എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വെള്ളച്ചാട്ടം എവിടെയാണെന്ന് വെച്ചാൽ ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറത്തിനടുത്ത് ആണ് കേട്ടോ നമ്മുടെ ഈ വെള്ളച്ചാട്ടമേ. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഈ വെള്ളച്ചാട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ വെള്ളച്ചാട്ടം നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയി നിന്ന് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. സാധാരണ വെള്ളച്ചാട്ടത്തിലൊക്കെ നമുക്ക് കുട്ടികളെ ഇറക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടും ഒക്കെയല്ലേ. അപ്പം ഇവിടെ അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇവിടെ വെള്ളത്തിൽ നന്നായിട്ട് കളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടമാണ് കേട്ടോ. അപ്പം നമ്മളിതാ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു റബ്ബർ തോട്ടത്തിൽ കൂടെ വേണം കേട്ടോ നമ്മളിങ്ങനെ കയറി വരാൻ. അങ്ങനെ കയറി വന്നത് വലിയ പാറയുടെ മണ്ടയിലെത്തി കേട്ടോ. അപ്പോൾ ഈ പാറയുടെ മണ്ടയിൽ മണ്ടേ ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് നല്ല അടിപൊളി വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നത്. നമ്മുടെ ശാമിക മോൾ ആദ്യം കയറിപ്പോയി മടുത്തെന്ന് പറഞ്ഞിട്ട് കുറച്ച് കയറിയപ്പോഴേ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ കയറി ചെല്ലുമ്പോഴേ ഇതുപോലെ ഒരു കടയൊക്കെ ഉണ്ട്. അപ്പോൾ ആ കടയിൽ കയറി നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ നമുക്ക് മുകളിലേക്ക് കയറി പോകാം കേട്ടോ. അധിക ദൂരമൊന്നുമില്ല. നമ്മളിവിടെ താഴേന്ന് വന്നിട്ട് അധിക ദൂരം നമുക്ക് കയറി നമ്മൾ പാറ കയറി അങ്ങ് മടുക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് നമ്മൾ എത്തും കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ഇതുപോലെ പാറയൊക്കെ കാണുന്ന കൂട്ടുകാർക്കൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാതെ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഇങ്ങനെ കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യത്തെ പാറ കയറിയപ്പോൾ തന്നെ കാണുന്ന നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയാവോ. വീഡിയോയിലൂടെ കാണുന്നതിൽ നല്ലൊരു ഭംഗിയാണ് നമ്മളിവിടെ നിന്ന് നമ്മൾ ആ ഒരു വ്യൂ കാണുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാറയൊക്കെ ഇങ്ങനെ കയറി പൊയ്ക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം കട കണ്ടപ്പോഴത്തേക്കിന് കടയിൽ നിന്ന് ആദ്യം കയറി കുറച്ച് വെള്ളവും ചെറിയൊരു സ്നാക്സ് ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പാറ കയറി മേളിൽ വന്നു കേട്ടോ. മേളിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ അവിടെ ഒന്ന് ഇരുന്നിട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ കയറിയിരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ മേളിലേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ മേളിലേക്ക് കയറി പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് വെള്ളച്ചാട്ടം എവിടെ നിന്നാണ് ഈ വെള്ളച്ചാട്ടം വരുന്നതെന്ന് അറിയണ്ടേ. അപ്പം അതും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എവിടെ നിന്നാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുമേ. അപ്പം ഞങ്ങൾ ആദ്യം വെള്ളം ഒഴുകി വരുന്നത് എവിടെ നിന്നാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ ചെറിയ കുന്നാണ് കേട്ടോ. ചെറിയൊരു കല്ല് കൊണ്ടാണ്, പാറക്കല്ലാണ് കേട്ടോ മുഴുവൻ ഇങ്ങനെ നിരന്നിരിക്കുന്നത്. ആ പാറക്കല്ലിനിടയിൽ കൂടെ ഇങ്ങനെ നമുക്ക് കയറി പോകാനുള്ള പടി പോലെ സ്റ്റെപ്പ് പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കയറി അങ്ങ് മണ്ട ചെന്ന് കഴിയുമ്പം ആ വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, ഇതാണ് പാറ. ഈ പാറയുടെ മേളിൽ നിന്നാണ് വെള്ളം ഒഴുകി താഴേക്ക് വരുന്നത് കേട്ടോ. അവിടെ ആൾക്കാരൊക്കെ നിന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കാണാൻ വന്ന ആൾക്കാരൊക്കെയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അടിപൊളി അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ വെള്ളം ഒഴുകുന്ന കാണാൻ വേണ്ടിയിട്ട്. പാറയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി താഴെ വലിയ വെള്ളച്ചാട്ടമായിട്ട് മാറും. അപ്പോൾ ഈ വെള്ളമാണ് ഇങ്ങനെ വെള്ളച്ചാട്ടമാകുന്നതെന്ന് നമുക്ക് അത്ഭുതം വരെ തോന്നിപ്പോവേ. നോക്കി കാണാൻ വാവ്, സൂപ്പർ. അവിടെ കുറേ പേര് റീൽസൊക്കെ എടുക്കുന്നു, ഡാൻസൊക്കെ കളിക്കുന്നു. അത് തട്ടുകടയാണ് കേട്ടോ. ആ നീല ടാർപ്പ വിരിച്ച് കാണുന്നില്ലേ പഴുതായിട്ട്, അത് തട്ടുകട എന്ന് പറഞ്ഞത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചായ, കാപ്പി, സോഡ, നാരങ്ങ വെള്ളം, ലഘു ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് ഒരു രക്ഷയില്ല. പൊളിയാണ്, പൊളി. പിന്നെ ഈ ആനചാടിക്കുത്തെന്ന പേര് വരാൻ കാരണം 2 ആനകൾ അവിടെ കുത്തുണ്ടാക്കി ചത്തെന്നോ ചാടി ചത്തെന്നൊക്കെ പറഞ്ഞാണ് ഈ ആനചാടിക്കുത്തെന്ന പേര് വരാൻ കാരണം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. നമ്മൾ അത് കയറി നമ്മൾ മേളിൽ വന്ന് അങ്ങ് മേളിൽ കുറേ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോ ആൾക്കാരുടെ സ്ഥലമാണെന്ന് തോന്നുന്നു. കാരണം റബ്ബറൊക്കെ നിൽപ്പുണ്ട്. അങ്ങോട്ട് മാറി വീടുകളും ഒക്കെ കാണാം ഈ മലയുടെ മണ്ടയ്ക്ക്. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി.
അപ്പോൾ അങ്ങനെ മേളിലത്തെ വെള്ളം ഒഴുകി വരുന്നതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ഇനി നേരെ താഴെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്തോറും നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരുന്തോറും നമുക്ക് നല്ലൊരു കൂളിംഗ് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ മേളിൽ നിന്നപ്പോൾ നമുക്ക് നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ താഴേക്ക് വരുന്തോറും ആ ചൂടൊക്കെ മാറി നല്ല കൂളിംഗ് ആയിരുന്നു കേട്ടോ താഴേക്ക് വരുന്തോറും നമുക്ക് അനുഭവപ്പെട്ടത്. പിന്നെ നമ്മൾ വെള്ളത്തിലൊക്കെ ചാടിയതിന് ശേഷം നമുക്ക് അവിടെ ഒരു ചെറിയൊരു ഡ്രസ്സിങ് റൂമും ടോയ്ലറ്റും ബാത്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോരാം കേട്ടോ. പിന്നെ അതാ നേരെ കാണുന്നത് ഒരു കടയാണ് കേട്ടോ. ആ കടയിൽ നല്ല ചൂട് പഴംപൊരി, ചായ, പരിപ്പൂട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദാ ഈ വെള്ളമാണ് മേളിലത്തെ വെള്ളച്ചാട്ടത്തിലൂടെ ഒഴുകി ഈ പാറയിടുക്കിൽ കൂടെ താഴേക്ക് വെള്ളം ഇങ്ങനെ ഒഴുകി പൊയ്ക്കൊണ്ടിരിപ്പുണ്ടേ. അപ്പം അങ്ങനെ ഫൈനലി നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കിന്. അപ്പം ഇത് ശരിക്കും നമ്മൾ ഇങ്ങനെ നിന്ന് വീഡിയോയിലൂടെ കാണുന്നതിൽ നല്ലൊരു അടിപൊളി എന്ന് പറയുന്നത് നമ്മളിവിടെ വന്ന് ആ വെള്ളച്ചാട്ടം ആസ്വദിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ആ ഒരു നല്ലൊരു ഹാപ്പി ആകുന്നത് നമ്മൾ. അപ്പം നമ്മുടെ പറ്റുന്ന കൂട്ടുകാരൊക്കെ വേഗം ഓടിതാ ഇവിടെ വന്ന് ഇതുപോലെ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ടാണിത്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്ന് ഏകദേശം ഒരു 18 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരു രക്ഷയില്ല. നിറയെ ആൾക്കാർ ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകുമ്പോൾ നമ്മൾ കുട്ടികളെ ഒന്നും നമ്മൾ വെള്ളച്ചാട്ടത്തിലൊന്നും ഇറക്കാറും ഒന്നുമില്ലല്ലോ. ഇവിടെ അങ്ങനത്തെ യാതൊരുവിധ ഇതും ഇല്ല കേട്ടോ. കുട്ടികൾക്ക് വരെ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുളിച്ച് നല്ല ആസ്വദിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളത്തിന് ഒരു രക്ഷയില്ല. അതുപോലെ നല്ല തണുപ്പായിരിക്കും കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ തണുത്ത് കിടുകിടാ വിറച്ച് പോകുവേ. ഞാനാണെങ്കിൽ ഒന്ന് ഇറങ്ങി എനിക്ക് വെള്ളച്ചാട്ടത്തിൽ കുറേ നേരം നിൽക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ തണുപ്പ് കാരണം എന്നെ വിറച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ഇറങ്ങി ചെറുതായി ഒന്ന് നനഞ്ഞ് ഞാനിങ്ങ് കയറി വന്നു കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് നല്ല തണുപ്പാണ് കേട്ടോ വെള്ളത്തിന്. ഒരു രക്ഷയില്ല, അടിപൊളിയാണ് കേട്ടോ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടും അല്ലാതെയും ഫ്രണ്ട്സായിട്ടും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടമാണ് കേട്ടോ നമ്മുടെ ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടമേ. അപ്പം നമ്മുടെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയൊരു കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരെല്ലാവരും സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളേക്ക് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അപ്പം നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ടതിന് ശേഷം വലിയ പാറയുണ്ട് കേട്ടോ. ആ പാറയിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്ക് തിരിച്ച് ഇറങ്ങി വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ നല്ല നട്ടുച്ച വെയിലായിരുന്നു കേട്ടോ. നമ്മൾ ഉച്ചയ്ക്കായിരുന്നേ വന്നത്. അപ്പോൾ നല്ല നട്ടുച്ചയ്ക്കത്തുള്ള നല്ല വെയിലൊക്കെ ആയിരുന്നുകൊണ്ട് നമ്മൾ പാറയുടെ മണ്ടയിലോട്ട് കയറി പോയില്ല കേട്ടോ. കുറച്ച് താഴെ ഇരുന്ന് നല്ല എൻജോയ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ. വൈകുന്നേരം സമയമായിരുന്നെങ്കിൽ പാറയുടെ മണ്ട കയറി നിന്ന് നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഉച്ചയായതുകൊണ്ട് വെയിലായതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് കയറി പോയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം എന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞു വിശേഷം നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാരുടെ അടുത്തും സ്നേഹത്തോടെ ടാറ്റാ ബൈ ബൈ.